അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. ദുബായിൽ നടന്ന അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിൽ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് പ്രബന്ധം അവതരിപ്പിച്ച ഒരു തിരുവാലി സ്വദേശിയെ പരിചയപ്പെടാം. പത്തിരിയാൽ സ്വദേശിയും വാണിയമ്പലം മെഡിക്കെയർ ഹോമിയോപ്പതിക് മെഡിക്കൽ സെന്റർ ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ മുഹമ്മദ് അസ്ലം സുഖപ്പെടുത്തിയ സൗദി അറേബ്യ സ്വദേശിനിയായ ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിയുടെ ചികിത്സാനുഭവമാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പരമ്പരാഗത ചികിത്സാ മാർഗങ്ങൾക്ക് പരിധിയുള്ളിടത്ത് ആയുഷ് ചികിത്സാ രീതിയുടെ സാധ്യതകളെക്കുറിച്ചായിരുന്നു അവതരണം. Breast cancer remains one of the most emotionally and physically challenging diagnoses for women worldwide. This presentation highlights not only the disease but the journey of a patient, her limitation, her choices, and how individualized homeopathic health supported her through a difficult phase when conventional options were failed. Breast cancer is not merely a local disease of the breast. കേരളത്തിൽ നിന്നുള്ള ഹോമിയോപ്പതി ഡോക്ടറും ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപൾസ് കേരള സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഗുരുതരമായ ഹൃദ്രോഗം കാരണം ശസ്ത്രക്രിയയും കീമോതെറാപ്പിയും ചെയ്യാൻ മെഡിക്കലി അയോഗ്യയായിരുന്ന ഈ രോഗിക്ക് വ്യക്തിഗതമായ ഹോമിയോപ്പതി ചികിത്സയാണ് ഡോക്ടർ അസ്ലം നൽകിയത്. രോഗനിർണയം നടന്നതിനു ശേഷം പരമ്പരാഗത ചികിത്സാ മാർഗങ്ങൾ ആരോഗ്യസ്ഥിതി മൂലം ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് രോഗി പകരം ചികിത്സാ മാർഗങ്ങൾ തേടിയത്. മറ്റൊരു രോഗിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അവർ ഡോക്ടർ അസ്ലമിന്റെ അടുത്തെത്തി ഹോമിയോപ്പതി ചികിത്സ സ്വീകരിക്കുകയായിരുന്നു. രോഗലക്ഷണങ്ങളുടെ മാറ്റം, ശരീരപ്രതികരണം, പൊതു ആരോഗ്യനില എന്നിവയെ അടിസ്ഥാനമാക്കി ഘട്ടം ഘട്ടമായാണ് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത്. ചികിത്സയിലൂടെ രോഗിക്ക് വേദനയിൽ കുറവ്, സ്തനത്തിലെ കട്ടിയിലുണ്ടായ മൃദുത്വം, പൊതു ആരോഗ്യത്തിൽ പുരോഗതി എന്നിവ ഉണ്ടാവുകയും പൂർണ്ണമായി സുഖപ്പെടുത്തുവാനും ഡോക്ടർക്കായി. ഇക്കാര്യങ്ങളാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇത് പരമ്പരാഗത ക്യാൻസർ ചികിത്സയ്ക്ക് പകരമെന്ന നിലയിലല്ല, മറിച്ച് ചികിത്സാ മാർഗങ്ങൾ പരിമിതമായ സാഹചര്യങ്ങളിൽ ആയുഷ് സംവിധാനങ്ങൾ നൽകുന്ന പിന്തുണയുടെ ഉദാഹരണമായാണ് അവതരിപ്പിച്ചതെന്ന് ഡോക്ടർ അസ്ലം പറഞ്ഞു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. വിജയകരമായിട്ട് ക്യാൻസർ ചികിത്സയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസറുള്ളൊരു സൗദി ലേഡിയുടെ ഒരു കേസ് നമ്മുടെ അടുത്ത് വന്നായിരുന്നു. വാണിയമ്പലം ക്ലിനിക്കിൽ അവർ വന്നായിരുന്നു. അങ്ങനെ ഒരു ഏകദേശം 1.5 വർഷത്തോളമുള്ള ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ബ്രസ്റ്റ് റിമൂവലൊന്നും ഇല്ലാതെ തന്നെ മെഡിസിനൽ മാനേജ്മെൻറ്റ് വഴി തന്നെ ക്യാൻസർ ക്യൂർ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കേസാണ് ദുബായിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഈ ഒരു രോഗിക്ക് മറ്റു കീമോതെറാപ്പിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചികിത്സകളൊന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരു മെഡിക്കൽ കണ്ടീഷൻ, കാർഡിയാക് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ട്രീറ്റ്മെൻറ്റിലേക്ക് അവരെത്തിയത്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായി നടത്താൻ പറ്റിയതിൻ്റെ സന്തോഷം, ആ ഒരു പ്രബന്ധമാണ് നമ്മൾ ദുബായിൽ അവതരിപ്പിക്കാൻ സാധിച്ചത്. അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിനെ തന്നെ അഭിമാനിക്കാവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഹോമിയോപ്പതി മേഖലയിൽ നിന്ന് ഏകദേശം 20-ലധികം ഡോക്ടേഴ്സ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തിരുന്നു. മറ്റു വിവിധ വൈദ്യശാസ്ത്രശാഖകൾ, ആയുഷിൽ നിന്നുള്ള യുനാനി, ആയുർവേദ, സിദ്ധ, പ്രകൃതി ചികിത്സ പോലെയുള്ള, നാച്ചുറോപ്പതി പോലെയുള്ള ചികിത്സാ രീതികളിൽ നിന്നും ഡോക്ടേഴ്സ് ഈ ഒരു ഇന്റർനാഷണൽ ആയുഷ് കോൺക്ലേവിൽ പങ്കെടുത്തു. പല ഡോക്ടേഴ്സായിട്ട്, വിദേശത്തുള്ള പല ഡോക്ടേഴ്സായിട്ടുള്ള നല്ലൊരു കണക്ഷൻ നേടാനും അതുപോലെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതുവഴി ഹോമിയോപ്പതിയുടെ വളർച്ച, കേരളത്തിലുള്ള ഹോമിയോപ്പതിയുടെ വളർച്ച ലോക ജനതയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും ആയി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സമ്മേളനത്തിനെത്തിയ അന്താരാഷ്ട്ര പ്രതിനിധികൾ അവതരണത്തിന്റെ ശാസ്ത്രീയ സമീപനത്തെയും ചികിത്സാ നൈതികതയെയും അഭിനന്ദിച്ചു. കഴിഞ്ഞ 15, 16, 17 തീയതികളിലായി ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം സമന്വയ ചികിത്സയുടെ ആഗോള പ്രസക്തിയെ വീണ്ടും അടയാളപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ, 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.